നമസ്കാരം. ഇന്ന് രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചർച്ച ചെയ്യുന്നത് രാജ്യം ഭരിക്കുന്ന BJPയെ സംബന്ധിച്ച് അവർ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റ് സമ്മേളനം ഈ വരുന്ന വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ BJPയുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദേശീയ അധ്യക്ഷനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ആരാകുമെന്ന ചർച്ചകളും ഇപ്പോൾ രാജ്യത്ത് സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ അധ്യക്ഷനെ ഏപ്രിൽ മാസം 3-ാം വാരത്തോടു കൂടി പ്രഖ്യാപിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ദേശീയ അധ്യക്ഷനൊപ്പം തന്നെ BJPക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഉത്തർപ്രദേശ്, കർണാടക, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന അധ്യക്ഷന്മാരെ കൂടി ഇതിനു മുൻപായിട്ട് നിയമിക്കേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ അത് വളരെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് BJP കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്ത്യ ടുഡേ ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവിടുന്നത്. 2019 മുതൽ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ചുമതല വഹിക്കുന്ന JP നദ്ദയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷൻ എത്തുന്നത്. നമുക്കറിയാം, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയിൽ ആരോഗ്യമന്ത്രിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ്. നിലവിൽ ഭാരിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും അദ്ദേഹം ഒഴിയുമെന്നും അതുപോലെ മൂന്നാമതും പാർട്ടിയെ അധികാരത്തിലെത്തിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി തന്നെയാണ് JP നദ്ദ ഇപ്പോൾ പാർട്ടിയുടെ പടിയിറങ്ങുന്നതെന്ന സവിശേഷത കൂടി അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം, സാധാരണയായിട്ട് BJP മേധാവിയുടെ കാലാവധി നിശ്ചയിക്കുക 3 വർഷമാണ്. എന്നാൽ JP നദ്ദയ്ക്ക് 3 വർഷത്തേക്ക് കൂടി അധികമായിട്ട് ചുമതല ലഭിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയായിരുന്നു ആ ഒരു കാലാവധി നീട്ടിയത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിലാണ് BJP അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 19 സംസ്ഥാന അധ്യക്ഷന്മാരെ കൂടി പ്രഖ്യാപിച്ച ശേഷമാകും ഒരു ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നുള്ള വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച RSS മേധാവി മോഹൻ ഭാഗവതുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായി രാജ്യമൊട്ടാകെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് JP നദ്ദയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും RSSനെ വില കുറച്ച് കണ്ടതും RSSനെതിരെ തന്നെ പലയിടങ്ങളിലും അവർ പ്രസംഗിച്ച് നടന്നതും ഏറ്റവും അവസാനമാകട്ടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ RSSന്റെ കാല് പിടിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് പോലും BJP UPയിലടക്കം മാറിപ്പോയി എന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ RSS അധ്യക്ഷൻ പറയുന്നതനുസരിച്ചല്ലാതെ ഇനി BJPയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മോദിയെ സംബന്ധിച്ചോ അവർക്ക് മുന്നോട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിൽ ചർച്ച നടന്നുവെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി വരാനിരിക്കുന്ന പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും വനിതാ നേതാക്കളെ ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലാകട്ടെ വനിതാ നേതാക്കൾക്കുൾപ്പെടെ മുൻഗണന നൽകിക്കൊണ്ട് അത്തരത്തിലുള്ള വനിതാ നേതാക്കളെ, പ്രമുഖരായിട്ടുള്ള വനിതാ നേതാക്കളെ പാർട്ടി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പോകുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനുണ്ട്, അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, മനോഹർ ലാൽ ഖട്കർ, അതുപോലെ തന്നെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വസുന്ധര രാജേ സിന്ധ്യ, മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, കിഷൻ റെഡ്ഡി എന്നിവർ ഈ പരിഗണനാ പട്ടികയിൽ ആദ്യം തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്. നരേന്ദ്രമോദിയും പടിയിറങ്ങുന്നുവെന്ന സൂചനകൾ, അത്തരത്തിലുള്ള ചില വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതായത് 75 വയസ്സാകുന്നതോടുകൂടി സാധാരണ പാർട്ടിക്കാർ എല്ലാം തന്നെ പറയുന്നത് പോലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇറങ്ങണമെന്നും പ്രത്യേകിച്ച് പാർലമെൻറ്റ് രാഷ്ട്രീയത്തോടെ വിട പറയണമെന്നുള്ള വാർത്തകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഈ വരുന്ന സെപ്റ്റംബർ 17-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം, പ്രധാനമന്ത്രി പദവിയൊക്കെ തന്നെ രാജിവെക്കേണ്ടി വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ RSSൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെ തന്നെ പേരുകളാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് മുൻതൂക്കമുള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇനി അതോടൊപ്പം തന്നെ UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ പേര് കൂടി ഇത്തരത്തിൽ പരിഗണിക്കപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ മോദി പടിയിറങ്ങുമോ എന്ന് പോലും ചോദിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നവരുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം 75 വയസ്സ് പൂർത്തിയായാൽ ഒരാൾ വിരമിക്കണമെന്ന് പാർട്ടിയിൽ നിർബന്ധമാക്കുന്ന ഒരു നിയമവും എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി ഇല്ലെങ്കിലും അങ്ങനെ പറയാൻ കാരണം 75 വയസ്സ് കഴിഞ്ഞതോടെ LK അദ്വാനിയൊക്കെ തന്നെ പുറത്താക്കിയതുപോലെ നരേന്ദ്രമോദിയെയും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ പുറത്താക്കുമോ എന്ന് ഇപ്പോൾ സംശയിക്കുന്നവരുമുണ്ട് എന്നതാണ് സത്യം. ഏതായാലും 75 വയസ്സ് തികഞ്ഞാൽ എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിയണം എന്നുള്ളത്
ഇനി പ്രാവർത്തികമാകുമോ എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ-ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.